തസ്ലീമ നസ്രീൻ ബംഗ്ലാദേശുകാരിയായ വിശ്വപ്രസിദ്ധയായ എഴുത്തുകാരിയാണ്. അവരുടെ സാഹിത്യ മൂല്യത്തെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച, അതിനെക്കുറിച്ച് ഡിബേറ്റ് ഉണ്ടാവാം. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്വന്തം നാട്ടിലെ ഇസ്ലാമിക തീവ്രവാദികളാൽ വേട്ടയാടപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട ഒരാളാണ് അവർ. തീർച്ചയായിട്ടും ഈസ്റ്റ് ബംഗാൾ എന്ന് നമ്മൾ വിളിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നൊരു എഴുത്തുകാരിക്ക് സുരക്ഷിതമായി ആത്മബന്ധമുള്ള ഒരു അഭയം എന്ന നിലയിൽ അവർ കൽക്കത്തയിലാണ് വന്നത്. 94 തൊട്ട് 2007 വരെ അവർ ഇന്ത്യക്കാരി അല്ലെങ്കിൽ പോലും ഇന്ത്യ വളരെ പരസ്യമായി ഇന്ത്യ ഗവൺമെന്റ് അഭയം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൽക്കത്തയിൽ ജീവിച്ചു വന്നതാണ്. പക്ഷെ കൽക്കത്തയിലും ഇതേ തീവ്രവാദികൾ വന്നു. അങ്ങനെയാണ് 2007 അവർക്ക് കൽക്കത്ത വിട്ടുപോകേണ്ടി വന്നത്. 2007 കൽക്കത്തയിൽ അവർ വിട്ടുപോകുന്ന സമയത്ത് അവിടെ CPM ആണ് ഭരിക്കുന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യയും കൂട്ടരും ഒക്കെയാണ്. ഇവർക്ക് സംരക്ഷണം കൊടുത്തില്ല, ഇസ്ലാമിക തീവ്രവാദികളെ ഭയന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞ 10 കൊല്ലം 2015 തൊട്ട് 25 വരെ അല്ലേ മമതയാണ് ഭരിച്ചത്. അവരും ഇവരെ പലപ്പോഴും അപേക്ഷിച്ചു, ഞാൻ വന്നോട്ടെ, എനിക്കവിടെ താമസിക്കാനാണ് ഇഷ്ടം, കൽക്കത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട നാട് എന്നൊക്കെ പലതവണ അവർ എഴുതുകയും പറയുകയൊക്കെ ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ കൊടുത്തില്ല. ഒരു പൊതുപരിപാടിക്ക് പോലും അവരെ അങ്ങോട്ട് അടുപ്പിക്കാനുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ്, സെക്യൂരിറ്റി റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി. ഇപ്പം നീണ്ട 19 കൊല്ലത്തിന് ശേഷം ഈ ഓഗസ്റ്റ് 1-ാം തീയതി കൽക്കത്തയിലെ മുഴുവൻ സെക്കുലർ മനസ്സുള്ളവർ, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കൽക്കത്ത എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 സംഘടനകൾ, സെക്കുലർ കൽക്കത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഘടനകൾ ചേർന്ന് അവിടെ ഒരു പരിപാടി നടത്തുന്നു. പരിപാടി പൊതു പരിപാടിയാവാം, ലിറ്റററി ഫെസ്റ്റിവലാണ്. പക്ഷെ ചീഫ് ഗസ്റ്റ് തസ്ലീമ നസ്രീനാണ്. കൗതുകം നിറഞ്ഞൊരു കാര്യം, ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ അതിന് സുരക്ഷ ഉറപ്പായി. മാത്രമല്ല സുവേന്ദുവിനോട് ചോദിച്ചത്, സാഹിത്യം ആണിത്, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു അതിഥിക്ക് സെക്യൂരിറ്റി മീൻസ് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, എന്തു വില കൊടുക്കും എന്നാണ് തസ്ലീമ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. 19 കൊല്ലത്തിന് ശേഷം എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നഗരത്തിലേക്ക് വരാൻ സൗകര്യം ചെയ്തു തന്നതിന് സുവേന്ദു അധികാരിയോടും BJP മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും ഇന്ത്യ ഗവൺമെന്റിനോട് പ്രത്യേകമായി അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്താണ് TGയുടെ ഒരു കമന്റ്? ഈ തസ്ലീമ നസ്രീൻ, സൽമാൻ ഖുർഷ്ദി ഇതുപോലെയുള്ള ആളുകൾ ലോകത്തിലെ തന്നെ സെക്കുലർവാദികൾക്കൊരു എംബറാസ്മെൻ്റാണ്. സെക്കുലറിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു കള്ളത്തരം അവർ ഇസ്ലാമിനെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അവർ അടുക്കില്ല. പ്രൈവറ്റ് ടോക്കിൽ ചിലരൊക്കെ സമ്മതിക്കും അവർ കാണിക്കുന്ന പോക്കൃത്തരാണെന്നൊക്കെ പറയും. പബ്ലിക്കിൽ ആരും ഒരു അക്ഷരം മിണ്ടുകയില്ല. പ്രൈവറ്റിൽ സംസാരിക്കാൻ പോലും ഭയമുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ എപ്പോഴും ഒരു കാലിലെ മുള്ളാണ് ഈ തസ്ലീമ നസ്രീൻ, അതുപോലെ തന്നെ സൽമാൻ ഖുർഷി. ലോകത്തിലെ വലിയ സെക്യുലറിസ്റ്റുകളെ പരിഭ്രമിപ്പിച്ചിട്ടുള്ള 2 പേരാണ് ഇവർ. തീർച്ചയായിട്ടും ഇന്ത്യൻ മതേതരവാദികളുടെ പൊള്ളത്തരാണ് പുറത്തു വരുന്നത്. ഒന്ന് ഈ തസ്ലീമ നസ്രീൻ വഴി, പിന്നെ സൽമാൻ നൂപുർ ശർമ്മ വഴി. നൂപുർ ശർമ്മ ഇന്ത്യയിൽ സെക്യുലർവാദികളുടെ മാത്രമല്ല ഹിന്ദുത്വവാദികളുടെ വരെ തോല് പൊളിച്ച ഒരു സംഭവമാണ് നൂപുർ ശർമ്മ. നൂപുർ ശർമ്മയെ അവർ വക്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ല BJP. ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല അവരെ. അതെന്താണ് മനസ്സിലാവാത്തത്? അവരിപ്പോഴും ഒളിവിലാണ്. ഒളിവിലാണോ? പോലീസ് സംരക്ഷണയുണ്ട്, ബട്ട് പ്രാക്ടിക്കലി ഒളിവിലാണ്. എന്നുവെച്ചാൽ വെറുതെ ഇറങ്ങി ഒരു സ്ത്രീയെ പോലെ പോയി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല. സമയവും കാലമൊക്കെ നോക്കി പോലീസ് ഉണ്ടെന്ന് അവിടെ തന്നെ ഉണ്ട്, നാട്ടിലുണ്ട്. യെസ്. അപ്പോൾ ഇത്തരം ആളുകളെ ഏത് ഭരണകൂടവും ഭയപ്പെടുന്നുണ്ടല്ലേ? വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പണ്ട് അരുൺ ഷൂറി പറഞ്ഞിരുന്നു, കിൽ 1,000 ഫ്രൈറ്റൻ thousands. ഒരാളെ കൊല്ലുക, 1000 പേരെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ സാധിക്കും. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. നൂപുർ ശർമ്മ അത് സംസാരിച്ചതിന് ശേഷം സാർ നോക്കിക്കോളും, TV ചർച്ചയിൽ ആരും ഇന്ന് വരെ ഖുറാനെയോ ഹദീസിനെയോ വിമർശിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ സിറ്റുവേഷൻ വരാൻ ആങ്കർമാർ സമ്മതിക്കുകയുമില്ല. ചർച്ച അങ്ങോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആങ്കർമാർ ഡിഫ്ലക്റ്റ് ചെയ്യും. കേരളത്തിലെ ചാനലുകളിൽ ജനം ചാനൽ ഒഴിച്ച് വേറെ ഒരു ചാനലിലും സാറിന് ഖുറാനെ വിമർശിക്കാൻ സാധ്യമല്ല. വരികളെടുത്ത് വിമർശിക്കുന്നതോ പോട്ടെ,
ഖുറാനെ പറ്റി ജനറൽ ക്രിട്ടിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് സാറിന് നടത്താൻ സാധ്യമല്ല, സമ്മതിക്കില്ല ആങ്കർ. TG പലപ്പോഴും വെല്ലുവിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല ചാനലുകളിൽ. അത് അത്രയ്ക്ക് ഇത് പേടി മാത്രമല്ല, ഈ ഭയം കൊണ്ട് ഒരു അടിമത്വം വരുമല്ല. എന്താ അതിന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞു. തന്നെ ഉപദ്രവിക്കുന്ന, തന്നെ നിരന്തരം തോന്നുമ്പോഴൊക്കെ ബലാത്സംഗം ചെയ്യുന്ന, തന്നെ കൊണ്ട് ചോറും കറിയൊക്കെ വയ്പ്പിക്കുന്ന ക്രൂരനായ ഒരു പുരുഷനെ ഒരു പെൺകുട്ടി മെല്ലെ സ്നേഹിച്ചു തുടങ്ങുന്നത് പോലെ ഈ സെക്യുലറിസ്റ്റുകൾ ഇസ്ലാമിനെ വല്ലാതെ സ്നേഹിക്കുന്നു, വല്ലാതെ സ്നേഹിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് അസ്ഥാനത്താണെങ്കിലും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥയുടെ ഒരു തലക്കെട്ടുണ്ട്, മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ. മലമുകളിലെ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ കഥയാണ്. ആ കഥയുടെ അവസാനം, തലക്കെട്ടല്ല, അത് അവസാനമാണ്. മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്നാണ് അതിൻ്റെ എൻ്റെ. അപ്പോൾ അത് ഇന്ത്യൻ ഈ സോ കോൾഡ് സെക്യുലർ സ്ത്രീകളുടെ ആഗ്രഹമാണ്. അറിയാതെയാണെങ്കിലും ഈ ഇദ്ദേഹം പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയിരിക്കുന്നത്. ദേ എൻജോയ് ദാറ്റ്. ദേ എൻജോയ് റേപ്പ് ബൈ ജിഹാദീസ്, നോട്ട് ബൈ മുസ്ലിംസ്, റേപ്പ് ബൈ ജിഹാദീസ്. അവർക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് അരുന്ധതി റോയ് ഒന്നുമില്ലെങ്കിലൊരു സ്ത്രീയല്ലേ. ഇവരൊരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഈ ഇവരെ പറ്റി നൂപുർ ശർമ്മയെ പറ്റി അല്ല, നമ്മുടെ ബംഗാളി, നമ്മുടെ സബ്ജക്റ്റ് തസ്ലിമയെ പറ്റി അരുന്ധതി റോയ് ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മിണ്ടില്ല അവർ. വലിയ സ്ത്രീ സംരക്ഷണം, മനുഷ്യാവകാശവും സ്ത്രീ സംരക്ഷണവും കുലത്തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ? സ്ത്രീയെ സംരക്ഷിക്കുന്നവർ വലിയ വലിയ ആൾക്കാർ. നമ്മുടെ എന്താ PK ശ്രീമതി ടീച്ചർ, KK ശൈലജ ടീച്ചർ മുതൽ ദീപാ നിശാന്ത്, ശാരദക്കുട്ടി, ഒരുപാട് പേര്. ആരെങ്കിലും ഈ തസ്ലീമയെ പറ്റി ഒരക്ഷരം പറയുമോ? പറയില്ല. എത്ര വക്കീലന്മാരുണ്ട് സുപ്രീം കോടതിയിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വാദിക്കുന്നവർ. പക്ഷെ തസ്ലീമയുടെ കാര്യം വേണ്ടിയില്ല. ബിക്കോസ് ഭാഗികമായിട്ട് വളരെ ചെറിയൊരു ശതമാനത്തിൽ പേടിയുണ്ട്. ബാക്കിയുള്ളവർ ദേ എൻജോയ് ദാറ്റ്. എനിക്ക് ഇത് മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഈ കഥ വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ്, ഒളിച്ചു വയ്ക്കാതെയാണ് പുനത്തിൽ അത് എഴുതിയിരിക്കുന്നത്. പുനത്തിൽ ആ അർത്ഥത്തിലൊരു വലിയ ഉൾക്കാഴ്ച ഉണ്ടല്ലേ ആ പ്രയോഗത്തിൽ. ഞാൻ ആ അർത്ഥത്തിൽ അത് ആ കഥയുടെ കഥാംശം ഇതൊന്നും അല്ല കേട്ടോ. കഥാംശം സെക്യുലറിസമാണ്, അങ്ങോട്ട് ഒന്നുമല്ല. ബട്ട് ആ അവസാനത്തെ ലൈൻ ചില സാഹിത്യകാരന്മാർ ഓർക്കാതെ കാലാതിവൃത്തിയായ വരികൾ എഴുതും. അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ഈ സാധനം കത്തിപ്പോകുന്നത് അല്ലേ കാലം കഴിഞ്ഞാലും. അല്ല, അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സുവേന്ദു അധികാരി ഈ ബംഗാളിൻ്റെ ഈ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കടം വീട്ടുകയാണോ, അതല്ല അതും അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ നടപടിയാണോ? അതുണ്ടാവാം. കാരണം സുവേന്ദു അധികാരിയുടെ ഒരു ലൈൻ അതാണ്, ഈ ഇവരെ കുത്തിയും പുകച്ചും പുറത്ത് ചാടിക്കുക, അവരങ്ങനെ എക്സ്പോസ്ഡ് ആക്കുക. മാളത്തിൽ സുവേന്ദു അധികാരി 5 കൊല്ലമല്ലേ ഉള്ളൂ, അതുവരെ നമുക്കൊന്ന് മാളത്തിലൊന്ന് ഒതുങ്ങാം, സുഖമായിട്ടിരിക്കാം, ഇയാളെ ജനം അട്ടിമറിച്ചോളും, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് വീണു. ആ പരിപാടി ഇങ്ങനെ ഈ മുളക് പൊടിയിട്ട് പുകച്ച് ഇതുങ്ങളെ ഞാനിവിടെ തന്നെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടുന്നെങ്കിൽ ഇപ്പം തന്നെ വാ എന്നുള്ള മട്ടിലാണല്ലേ. ഈ തസ്ലിമയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മറ്റേ ചുവപ്പ് കണ്ട കാളയെ പോലെ ഇവർ ഇളകും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഇങ്ങനെ അത് ചെയ്ത്. പുള്ളി പ്രകോപനപരമായ ഒരുപാട് പ്രസ്താവനകൾ ഇവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെ നടത്താറൊക്കെ. അതുകൊണ്ട് അങ്ങർക്ക് അതിൻ്റെ അലവൻസും ആവശ്യമില്ല. ഞാൻ ആരെയും അങ്ങനത്തെ ഒരു ലൈൻ അല്ല പുള്ളി പറയുന്നത്. അത് നിന്നെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, നീ ഇറങ്ങ് പുറത്തേക്ക്. ഹിറ്റാണ്, സ്ട്രെയിറ്റ്ലി ഹിറ്റാണ് അല്ലേ. എന്തായാലും അത് ആ രാഷ്ട്രീയമായോ മോദിയുടെ മുദ്രാവാക്യം തിരുത്തിയവനാണ് സുവേന്ദു പരസ്യമായിട്ട്. ഏതാ?
सबका साथ सबका विकास. ആ സുവേന്ദ് പറഞ്ഞു नो ऐसा नहीं है, जो मेरा साथ उसका विकास. അത് മതി. ഒരു ഒളിയും പറയൊന്നുമില്ല, സ്ട്രെയിറ്റ് ആണ്. എന്റെ കൂടെ നിൽക്കുന്നവന്റെ വികാസം. എൻ്റെ കൂടെ നിൽക്കുന്നവനെ ഞാൻ വികസിപ്പിക്കും, എന്നെ എതിർക്കുന്നവനെ ഞാൻ വകവയ്ക്കാൻ പോകുന്നില്ല. സബ്കാ സാത്ത് സബ്കാ, അതൊക്കെ പ്രധാനമന്ത്രിയോട് പോയി പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് എന്തായാലും കാലത്തിന്റെ ചില കണക്കുകൾ വീട്ടാൻ ഇത്തരം ചില വാശിക്കാരും ദുർവാശിക്കാരും, അതിനോട് നമുക്ക് വിശാല ജനാധിപത്യത്തിന്റെ പേരിൽ അവരോട് വിയോജിക്കുകയും കയർക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചിലത് നിർവഹിക്കാൻ ചരിത്രത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ചിലതിന് വേണ്ടി വരും അല്ലേ? അല്ല, അത് സിമ്പിൾ ആണ് സാർ. നമ്മൾ ഈ കലണ്ടർ വാങ്ങുമല്ലോ, അപ്പം കലണ്ടർ ഇങ്ങനെ ചുരുട്ടി അതിനൊരു റബ്ബർ ബാൻഡ് ഉണ്ട്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ട് ചെന്ന് നിർത്തി കഴിഞ്ഞാൽ ഇത് പിന്നെയും ചുരുണ്ട് പോകും. അതെ അതെ. നമ്മൾ ചെയ്യുന്നത് എന്താ? മറിച്ചൊന്ന് ചുരുട്ടും. ഈ മറിച്ച് ചുരുട്ടിലാണ് ബംഗാളിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഓ, നിങ്ങൾ ചുരുട്ടുന്നതിന് പരിഹാരം ഒന്ന് മറിച്ച് ചുരുട്ടുക എന്നുള്ളതാണ്. വെറുതെ നേരെയാക്കി കഴിഞ്ഞാൽ നേരെ നിൽക്കില്ല, തിരിച്ച് ചുരുട്ടണം. അതുകൊണ്ട് ഈസ് ഡൂയിങ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഓഫ് സെക്യുലറിസം. മനോഹരമായൊരു മെറ്റഫറാണത്. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ അനിവാര്യമായൊരു പ്രക്രിയയാണെന്നാണ് ടി ജി സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തസ്ലീമ നസ്രീൻ്റെ ഈ വരവിന് അഭിവാദ്യം അർപ്പിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.